പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന ചർച്ചകൾക്ക് വഴിതെളിയുന്നു. അടുത്തയാഴ്ച ആദ്യം പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ട്. സമാധാന നിർദ്ദേശങ്ങളോട് ഇറാൻ ഇനി പ്രതികരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിനിടെ ഇറാൻ കാർഗിൽ ദ്വീപിലെ എണ്ണച്ചോർച്ചയുണ്ട് എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. ദ്വീപിന് ചുറ്റും സമുദ്രത്തിൽ എണ്ണ പരന്നു കിടക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആതിര ജെയിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആതിര ജെയിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇടയ്ക്ക് തെളിയും, പിന്നീട് അണയും, വീണ്ടും തെളിയും അണയും. ഇത് പശ്ചിമേഷ്യയിലെ സമാധാന പ്രതീക്ഷയുടെ കാര്യമാണ്. ഒടുവിൽ ഇറാൻ ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണ് എന്നറിയിക്കുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? കാര്യങ്ങളൊക്കെ ശുഭമായി പര്യവസാനിക്കുമോ ആതിര? ഒരു സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം കുറച്ച് ദിവസങ്ങളായി തന്നെ ആശങ്കയിലും അനിശ്ചിതത്വത്തിലുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഹോർമൂസിനെ ചുറ്റിപ്പറ്റി വീണ്ടും ഇറാനും അമേരിക്കയും തമ്മിൽ ആക്രമണം ഉണ്ടായിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് ഇറാൻ ഇന്ന് പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഏകദേശം ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ടാകുമെന്ന് അമേരിക്കയും പ്രതീക്ഷിക്കുന്നു. ഡൊണാൾഡ് ട്രംപും അത് ആവർത്തിച്ചിട്ടുണ്ട്. ഇറാൻ ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം കടുപ്പിക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഒരു ചർച്ചയ്ക്ക് കളം ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. അടുത്തയാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് വീണ്ടും സമാധാന ചർച്ച പുനരാരംഭിച്ചേക്കുമെന്നാണ് വാർത്തകൾ വരുന്നത്. അതിലേക്കൊരു വഴി തെളിയണമെങ്കിൽ തീർച്ചയായും ഇറാൻ പ്രതികരിക്കേണ്ടി വരും. ഇറാൻ ഭരണകൂടത്തിൽ ഭിന്നതയുണ്ടെന്നും ഇറാൻ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നും അമേരിക്ക ഇടയ്ക്കിടെ ആവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുമുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ല എന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും US-ന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഹോർമൂസ് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. മാത്രമല്ല, ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവായുധം തുടങ്ങിയ കാര്യങ്ങളിൽ അമേരിക്കൻ നിലപാടുകളോട് അനുകൂല നിലപാട് എടുത്തില്ലെങ്കിൽ അമേരിക്കയും ഒരു ചർച്ചയ്ക്ക് വഴങ്ങാൻ സാധ്യതയില്ല. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് സംഘർഷങ്ങൾക്കിടെ ഇറാന്റെ കാർഗിൽ ദ്വീപിലെ എണ്ണച്ചോർച്ച എന്നുള്ളതാണ്. അതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 52 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ എണ്ണ പരന്നു കിടക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അവിടെ ഒരു ആക്രമണം നടന്നു എന്നതിനൊരു സൂചനയില്ല. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്നും എണ്ണച്ചോർച്ചയ്ക്കിടയായത് എന്നതിനെ കുറിച്ചും ശരിക്കുമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും കാർഗിൽ ദ്വീപിൽ എണ്ണച്ചോർച്ചയുണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ആതിര ജെയിനാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴിതെളിയുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ പോലും സമാധാനത്തിന് വഴിതെളിഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ആര് വരണമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വഴി തെളിഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു കാര്യം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.